ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കഥ പറഞ്ഞു. അതായത് പാഞ്ചാലി കൗരവ സഭയിൽ ആക്ഷേപിക്കപ്പെടുന്നു, ഭഗവാൻ സംരക്ഷിക്കുന്നു. ആ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ധൃതരാഷ്ട്രർ ദ്രൗപദിക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരങ്ങളുമൊക്കെ കൊടുക്കുന്ന ഭാഗം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അങ്ങനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവർ മോചിതരാകുന്നു. അതിനുശേഷം നടന്ന ചില അതിപ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ചൂതിൽ തോറ്റുപോയിട്ടും ആ ധനമെല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകാനായി പാണ്ഡവന്മാർക്ക് കൊടുത്ത അനുവാദം കേട്ട മാത്രയിൽ ദുശാസനൻ ദുര്യോധനൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ കിളവൻ രാജാവ് നമ്മൾ പാടുപെട്ട് പിടിച്ചെടുത്ത സമ്പത്തിത കളഞ്ഞു കുളിക്കുന്നു. ധനമെല്ലാം ഈ ശത്രുക്കളുടെ കയ്യിൽ ആകുന്നു. നല്ലവണ്ണം ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്തു കൊള്ളുക. ഇതു കേട്ട ദുര്യോധനൻ കർണൻ ശകുനിയുമായി ആലോചിച്ച് മൂവരും ചേർന്ന് ധൃതരാഷ്ട്രരുടെ അടുക്കൽ പോയി വളരെ വിനയം നടിച്ചിട്ട് പറഞ്ഞു, രാജാവേ, പാണ്ഡവന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ഈ ധനത്തിൽ ഒരംശം കൊണ്ട് അന്യരാജാക്കന്മാരെയെല്ലാം തൃപ്തരാക്കി ഒരു യുദ്ധത്തിന് തയ്യാറായാൽ നമുക്കെന്താ ദോഷം? അങ്ങ് ഒരു കാര്യം ഓർമ്മിക്കണം. കൊത്താൻ തയ്യാറായി നിൽക്കുന്ന വിഷപ്പാമ്പിനെ കഴുത്തിൽ ആരെങ്കിലും ചുറ്റുമോ? അല്ലെങ്കിൽ മടിയിൽ വെക്കുമോ? അങ്ങനെ ചെയ്താൽ ആരെങ്കിലും രക്ഷപ്പെടുമോ? ഈ സമയം പാണ്ഡവന്മാർ സർപ്പങ്ങളെ പോലെയാണ്. അവർ എപ്പോഴാണ് ആക്രമിക്കാൻ വരികയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവർ നമ്മെ ആരെയും വകവരുത്താതെ വിടുകയുമില്ല. ഇനിയിപ്പോൾ അവർ സേനയെ ഒന്നിക്കും. ഒരിക്കൽ നമ്മൾ അവരെ ചതിച്ചതാണ്. ഇനി അവർ നമ്മളോട് ക്ഷമിക്കുകയില്ല. ദ്രൗപദിയോട് ഇവിടെ കാട്ടിയ ക്രൂരത പഞ്ചപാണ്ഡവന്മാരിൽ ആരെങ്കിലും സഹിക്കുമോ? അതുകൊണ്ട് വനവാസം പന്തയമായി വെച്ച് പാണ്ഡവന്മാരോട് ഇനിയും ചൂതാടണം. എങ്കിലേ അവരെ വരുതിക്ക് നിർത്താൻ പറ്റുകയുള്ളൂ. ഈ ചൂതിൽ തോൽക്കുന്നവർ 12 വർഷം മാൻതോലുടുത്ത് വനത്തിൽ കഴിയണം. 13-ാം വർഷം ഏതെങ്കിലും പട്ടണത്തിൽ വന്ന് ഒളിച്ചു കഴിയണം. അങ്ങനെ ഒളിവിൽ കഴിയുന്ന കാലത്ത് കണ്ടുപിടിച്ചാൽ പാണ്ഡവരായാലും ശരി കൗരവരായാലും ശരി 12 വർഷത്തെ വനവാസം വീണ്ടും അനുഷ്ഠിക്കണം. ഈ നിലയിൽ വനവാസം പന്തയമായി വെച്ച് ഒന്നുകൂടി ചൂതുകളിക്കാൻ അങ്ങ് ഉത്തരവിടണം. ഇത് ഒഴിവാക്കാൻ പറ്റുകയില്ല. പകിട ഉരുട്ടുന്നതിൽ അമ്മാവൻ ബഹുസമർത്ഥനാണെന്ന് അറിയാമല്ലോ. ഇനി വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവന്മാർ മടങ്ങി വരുന്നുവെന്ന് വിചാരിക്കുക. ഈ 13 കൊല്ലത്തിൻ്റെ കാലയളവിൽ നാം അനേകം രാജാക്കന്മാരുമായി മൈത്രി ഭാവം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കും. അതുമാത്രമല്ല, അത്രയുമാകുമ്പോഴേക്കും അജയ്യമായ ഒരു സേനാവ്യൂഹം നമുക്ക് ഉണ്ടായിരിക്കും. ആ സമയത്ത് വേണ്ടി വന്നാൽ ഒരു യുദ്ധം തന്നെ നടത്തി അനായാസം പാണ്ഡവരെ നമുക്ക് തറപറ്റിക്കാം. അതിനാൽ അങ്ങ് ഇക്കാര്യം അനുവദിക്കണം. ഇതു കേട്ട് ധൃതരാഷ്ട്രർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം ഇനി എങ്ങനെയാണ് നടക്കുക? പാണ്ഡവന്മാർ പുറപ്പെട്ടു കഴിഞ്ഞല്ലോ. അവർ ബഹുദൂരം താണ്ടിക്കാണും. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ശീഘ്രഗാമിയായ ഒരു ദൂതനെ വിട്ട് അവരെ തിരികെ വിളിക്കുക. അവർ വന്നാൽ നിങ്ങൾ പറഞ്ഞ പന്തയത്തിന്മേൽ ചൂതാടാൻ ഞാൻ കൽപ്പിക്കാം. ധൃതരാഷ്ട്രരുടെ ഈ അഭിപ്രായം കേട്ട് ദ്രോണാചാര്യരും
കൃപാചാര്യരും സോമദത്തനും വാഹ്ലീകനും വിതുരരും അശ്വത്ഥാമാവും യുയുത്സുവും ഭൂരിസ്രവസും ഭീഷ്മപിതാമഹനും വികർണനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അരുത്, അരുത്, ഇനി ചൂതാടരുത്, ഇവിടെ ശാന്തി പുലരട്ടെ. എന്നാൽ പുത്രസ്നേഹ പാരവശ്യത്താൽ ധൃതരാഷ്ട്രർ ക്രാന്തദർശികളായ മിത്രങ്ങളുടെ അഭിപ്രായങ്ങൾ ചെവിക്കൊണ്ടില്ല. പാണ്ഡവന്മാരെ വീണ്ടും ചൂത് കളിക്കാൻ വിളിക്കുക തന്നെ ചെയ്തു. ഇതെല്ലാം കേട്ടിരുന്ന ധർമ്മപരായണയായ ഗാന്ധാരി അത്യന്തം ശോകാകുലയായി. ആ അമ്മ ധൃതരാഷ്ട്രരെ സമീപിച്ചു പറഞ്ഞു, സ്വാമി, ദുര്യോധനൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കഴുതയെപ്പോലെ ശബ്ദമുണ്ടാക്കിയവനാണ്. അന്ന് പരമജ്ഞാനിയായ വിതുരർ ഈ കുട്ടിയെ ഉപേക്ഷിക്കാനാണ് എന്നോട് പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുമ്പോൾ ഇവൻ നമ്മുടെ വംശത്തെ നശിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്യപുത്ര, അങ്ങയിലുള്ള ദോഷം കൊണ്ട് മറ്റുള്ളവരെ ആപത്തിൽ ചാടിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ മൂളിക്കേട്ടാൽ മാത്രം മതി. ഈ വംശത്തെ ദയവു ചെയ്ത് നശിപ്പിക്കരുത്. ആളിക്കത്തുന്ന തീ അടങ്ങിയാലും വീണ്ടും ആളിക്കത്തും. പാണ്ഡവന്മാർ ഇപ്പോൾ ശാന്തരാണ്. വൈരവും വിരോധവും ഒന്നും അവരിൽ ഇപ്പോൾ ഇല്ല. ഇനി അവരെ പ്രകോപിപ്പിക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ അങ്ങേക്കറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ദുർബുദ്ധിയായ ഒരുവന് ധർമ്മശാസ്ത്ര ഉപദേശത്തിൻ്റെ പ്രഭാവം കിട്ടുകയില്ല. അങ്ങ് പരിണിതപ്രജ്ഞനായ വൃദ്ധനാണ്. എന്നാൽ ഇപ്പോൾ കുട്ടികൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് യുക്തമല്ല. പുത്രതുല്യന്മാരായ പാണ്ഡവരെ സ്നേഹിച്ച് വശത്താക്കുന്നതാണ് നല്ലത്. അവർ അങ്ങയോട് പിണങ്ങിപ്പോകാൻ ഇടയാകരുത്. കുലത്തിന് കളങ്കമായ ദുര്യോധനനെ വേണമെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. വിതുരരുടെ വാക്കുകൾ കേൾക്കാഞ്ഞത് അബദ്ധമായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്നത്തെ ആ അബദ്ധത്തിൻ്റെ ഫലങ്ങളാണ് ഇന്നിവിടെ അരങ്ങേറിയതെല്ലാം. ശാന്തമായും ധർമ്മപരമായും മന്ത്രിമാരോട് കൂടിയാലോചിച്ച് തൻ്റെ അഭിപ്രായം ശോഭനമാക്കി വെക്കുക. അബദ്ധങ്ങളൊന്നും ജൽപ്പിക്കരുത്, കാട്ടരുത്. എടുത്തുചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ദുഃഖിക്കേണ്ടി വരും. രാജ്യലക്ഷ്മി ക്രൂരന്മാരുടെ കൈകളിലാണ് ചെന്നുപെടുന്നതെങ്കിൽ അവിടെ സത്യനാശം വരും. സത്യവാനായ ഒരുവൻ്റെ കയ്യിൽ മാത്രമേ രാജ്യലക്ഷ്മി ഐശ്വര്യത്തോടു കൂടി വസിക്കുകയുള്ളൂ. ഗാന്ധാരിയുടെ ഈ സാരോപദേശം കേട്ട ധൃതരാഷ്ട്രർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവളെ, കുലം നശിക്കാനാണ് വിധിയെങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യും. എനിക്കത് തടയാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കണം. അതുകൊണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാം. എൻ്റെ മക്കൾ അവരോട് വീണ്ടും ചൂതാടട്ടെ. രാജാവായ ധൃതരാഷ്ട്രരുടെ ആജ്ഞയനുസരിച്ച് പ്രാതികാമി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. പാണ്ഡവന്മാരുടെ സമീപത്തെത്തി. അപ്പോഴേക്കും അവർ ഏറെ ദൂരം പോയിരുന്നു. പ്രതികാമി അറിയിച്ചു, രാജാവേ, വീണ്ടും ഹസ്തിനാപുരത്തിൽ സഭ ചേർന്നിരിക്കുകയാണ്. അങ്ങ് അവിടെ വീണ്ടും വന്ന് ചൂത് കളിക്കണമെന്ന് മഹാരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു. ഇത് കേട്ട് ധർമ്മരാജൻ ഇപ്രകാരം പറഞ്ഞു, സമസ്ത ജീവികളും ഈശ്വരന് അധീനമാണ്. ശുഭാശുഭങ്ങളെല്ലാം ദൈവത്തിൻ്റെ തീർപ്പനുസരിച്ചാണ്. അതുകൊണ്ട് ശുഭമോ അശുഭമോ ഏതുമാകട്ടെ, വീണ്ടും ചൂതാടണമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. ഇതിലൂടെ വംശനാശം ഉണ്ടാകുമെന്ന് എൻ്റെ
അന്ധക്കരണം മന്ത്രിക്കുന്നു. അങ്ങനെയാണെങ്കിലും വൃദ്ധനായ വല്യച്ഛൻ്റെ ആജ്ഞ എങ്ങനെയാണ് ധിക്കരിക്കുക? അങ്ങനെ യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പരിവാരങ്ങളോടുമൊപ്പം മടങ്ങി വന്നു. കള്ളച്ചൂതുകാരനാണ് ശകുനി എന്നറിഞ്ഞിട്ടും പാണ്ഡവർ അയാളോട് ചൂതാടാൻ തയ്യാറായി. ധർമ്മരാജാവിൻ്റെ ഈ ദുസ്ഥിതി കണ്ട് അദ്ദേഹത്തിൻ്റെ മിത്രങ്ങൾ ശോകാകുലരായി. ശകുനി ധർമ്മരാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ മഹാരാജാവേ, ഞങ്ങളുടെ വൃദ്ധനായ ഈ മഹാരാജാവ് ഞങ്ങൾ ചൂതിൽ ജയിച്ച പണം അങ്ങേക്ക് തന്നെ തിരികെ തന്നു. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എങ്കിലും ഞങ്ങളിപ്പോൾ നിങ്ങളോട് ഒരു പന്തയത്തിന് തയ്യാറാവുകയാണ്. പന്തയത്തിൻ്റെ വ്യവസ്ഥ കേട്ടുകൊള്ളുക. ഒന്നുകൂടി നാം ചൂത് കളിക്കുന്നു. ചൂതുകളിയിൽ തോൽക്കുന്നവർ മാൻതോലുമുടുത്ത് 12 വർഷം വനവാസം അനുഷ്ഠിക്കണം. അതിനുശേഷം ഏതെങ്കിലും പട്ടണത്തിൽ 1 വർഷം അജ്ഞാതവാസം നടത്തണം. ഈ അജ്ഞാതവാസക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ പന്തയത്തിൻ്റെ വ്യവസ്ഥ ആവർത്തിക്കണം. ഈ വ്യവസ്ഥ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധകം. പുതിയ ചൂതാട്ടത്തിനുള്ള കൗശലപൂർവമായ വ്യവസ്ഥ കേട്ട് സഭാവാസികൾ ദുഃഖാകുലരായി. അവർ സഹിക്കാൻ വയ്യാത്ത വികാര വിചാരങ്ങളോടെ വിളിച്ചു പറഞ്ഞു: ഹേ അന്ധനായ ധൃതരാഷ്ട്രരെ, ഇങ്ങനെ ചൂത് കളിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അങ്ങറിയുന്നുണ്ടോ? ഈ കളിയെ അനുകൂലിക്കുന്നവർ അധമന്മാരാണ്. സഭാവാസികളുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ യുധിഷ്ഠിരനും കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചൂതുകളി കൊണ്ടുണ്ടാവുന്ന ദുഷ്പരിണാമം ധൃതരാഷ്ട്രർക്ക് ബോധ്യമുണ്ടായിരുന്നു. കൗരവന്മാർക്ക് വിനാശകാലം അടുത്തിരിക്കുന്നുവെന്ന് ധൃതരാഷ്ട്രർ മനസ്സിലാക്കുന്നു. ദൈവനിയോഗം ഇല്ലാതാക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചൂതുകളിക്ക് ആജ്ഞ കൊടുത്തു. ശകുനി ഒന്നുകൂടി കപടമായി പകിട ഉരുട്ടിയ ശേഷം യുധിഷ്ഠിരനോട് പറഞ്ഞു: നോക്ക്, ഈ പന്തയവും ഞങ്ങൾ ജയിച്ചു. പന്തയത്തിലെ വ്യവസ്ഥയനുസരിച്ച് പാണ്ഡവന്മാർ മൃഗത്തോലുടുത്ത് വനത്തിലേക്ക് പോകാൻ തയ്യാറായി. പാണ്ഡവന്മാരുടെ ദയനീയമായ ഈ സ്ഥിതി കണ്ട് ദുശാസനൻ ആഹ്ലാദം പൂണ്ട് ഇപ്രകാരം പറഞ്ഞു: നന്നായി നന്നായി. ഉടനെ ദുര്യോധനിൽ നിന്നും മറ്റൊരു ഉത്തരവുണ്ടായി: പാണ്ഡവന്മാർ ഇതാ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. രാജാവായ ദ്രുപദൻ വലിയ ബുദ്ധിമാനാണ്. എന്നിട്ടും അദ്ദേഹം തൻ്റെ മകളെ ഈ പാണ്ഡവന്മാർക്ക് കൊടുത്തു. ഹേ സഭാവാസികളെ, ഈ പാണ്ഡവന്മാർ ആണും പെണ്ണും കെട്ടവരാണ്. ഹേ ദ്രുപദപുത്രി, ഈ പാണ്ഡവന്മാരിതാ മാൻതോലുടുത്ത് ഭിക്ഷക്കാരെന്നോണം വനത്തിൽ ജീവിക്കാൻ പോകുന്നു. നിന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് ഇവരെ എങ്ങനെ ഉൾക്കൊള്ളാനാകും? ഇനിയെങ്കിലും നീ മനസ്സിനിണങ്ങിയ ഒരു യോഗ്യനെ സ്വീകരിക്കുക. ഇതുകേട്ട് ദുശാസനൻ പൊട്ടിച്ചിരിച്ചു. ഭീമസേനൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു: എടാ ദുശാസന, നീ ഞങ്ങളെ ബാഹുബലം കൊണ്ട് കീഴടക്കിയവനല്ല. ചതിച്ച് തോൽപ്പിച്ചിട്ട് വീരവാദം പുലമ്പുകയാണോ? കൊടും പാപികൾക്കല്ലാതെ ഇപ്രകാരം ചെയ്യാൻ പറ്റുമോ? നീ ഇപ്പോൾ അത്യന്തം നിന്ദനീയങ്ങളായ വാക്കുകൾ ഉച്ചരിച്ച് ഞങ്ങളുടെ മർമ്മത്തിൽ ആഘാതമേൽപ്പിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു നാൾ രണഭൂമിയിൽ വെച്ച് ഞാൻ നിന്റെ മർമ്മസ്ഥാനം പിളർന്ന് ഇവിടെ ഇപ്പോൾ അരങ്ങേറിയ സംഭവങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ നിന്റെ അധികാരം കണ്ടിട്ട് ജനം നിനക്ക് എതിരു പറയുന്നില്ല. അവർ എല്ലാവരും നിന്റെ മിത്രങ്ങളും
രക്ഷകരുമായി ചമയുന്നു. അപ്രകാരമുള്ളവരെയും ഞാൻ നിങ്ങളോടൊപ്പം യമരാജ സവിധത്തിലേക്ക് അയക്കുന്നുണ്ട്. ഈ സമയം ഭീമസേനൻ മാൻതോലുടുത്ത് എണീറ്റു നിന്നു. ധർമ്മത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പോൾ ശത്രുക്കളെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. ഭീമസേനൻ ഇപ്രകാരം പറയുന്നത് കേട്ട് ദുശാസനൻ അറിയിച്ചു. പറഞ്ഞു, നിന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു. ഇത്രയും പറഞ്ഞ അയാൾ ആടാനും ചാടാനും പാടാനും തുടങ്ങി. ഭീമസേനൻ ദുശാസനനെ നോക്കി വീണ്ടും പറഞ്ഞു, എടാ ദുഷ്ട, ഇങ്ങനെ കിടന്ന് ആടാനും പാടാനും നിനക്ക് നാണമില്ലേ? വഞ്ചിച്ചാണ് എല്ലാം കൈക്കലാക്കിയത്. എന്നിട്ട് കേമനെ പോലെ നിന്ന് സംസാരിക്കുന്നു. ഈ ഭീമൻ കുന്തിയുടെ മകനാണെന്ന കാര്യം സത്യമാണെങ്കിൽ ഞാൻ രണഭൂമിയിൽ നിന്റെ ചുടുനിണം കുടിക്കുക തന്നെ ചെയ്യും. അപ്രകാരം ഈ ഉള്ളവന് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകട്ടെ. ഈ കൂടിയിരുന്ന ധനുർധരന്മാരുടെ കൺമുമ്പിൽ വെച്ചു തന്നെ ധൃതരാഷ്ട്രരുടെ മൊത്തം സന്താനങ്ങളെയും സംഹരിച്ച് ഞാൻ ശാന്തി വരുത്തും. ഇത് എൻ്റെ സത്യത്തിൽ അധിഷ്ഠിതമായ ശപഥമാണ്. പാണ്ഡവന്മാർ രാജസഭയിൽ നിന്നും വെളിയിൽ വരികയായിരുന്നു. ഭീമസേനൻ ഗജരാജനെ പോലെ മന്ദം മന്ദം ചലിച്ചുകൊണ്ടിരുന്നു. ഭീമനെ കളിയാക്കുന്നതിന് ആ നടത്തം അനുകരിച്ചുകൊണ്ട് ദുര്യോധനൻ ഭീമന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഉടനെ ഭീമൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, എടാ ദുഷ്ട, ഇക്കാര്യം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് നീ കരുതണ്ട. നിന്റെ ഈ പരിഹാസ ചിരിയുണ്ടല്ലോ, ആ ചിരി നിന്നെ നശിപ്പിച്ചിരിക്കും. തീർച്ച, എല്ലാം ഞാൻ നിർത്തിത്തരുന്നുണ്ട്. ഭീമസേനൻ സ്വയം സമാധാനപ്പെട്ട് യുധിഷ്ഠിരന്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ദുര്യോധനനെ വധിക്കും. അർജുനൻ കർണനെ വധിക്കട്ടെ. സഹദേവൻ ശകുനിയെയും. ഞാനിതാ ഒന്നുകൂടി ശപഥം ചെയ്യുന്നു. ദേവതമാർ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കും. ഞാൻ ദുര്യോധനന്റെ തുടയെ ഗദകൊണ്ട് അടിച്ചു പൊളിച്ച് അവനെ കൊല്ലും. ദുശാസനന്റെ മാറ് വലിച്ചു കീറി ചുടുനിടം കുടിക്കും. അപ്പോൾ അർജുനൻ ഇപ്രകാരം പറഞ്ഞു, ജ്യേഷ്ഠ ഭീമസേന, അങ്ങയുടെ അഭിലാഷ പൂർത്തീകരണത്തിന് ഞാനും പ്രതിജ്ഞയെടുക്കുന്നു. ഒരു യുദ്ധമുണ്ടായാൽ കർണനെയും അയാളുടെ കൂട്ടുകാരെയും ഞാൻ സംഹരിക്കാം. നമ്മോട് എതിരിടാൻ വരുന്ന സകല മൂർഖന്മാരെയും ഞാൻ യമലോകത്ത് എത്തിക്കും. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, അചലമായ ഹിമാചലം ചലിക്കുന്നുവെന്നിരിക്കട്ടെ, സൂര്യൻ ഇരുട്ട് വ്യാപിപ്പിക്കുന്നുവെന്നിരിക്കട്ടെ, പൂനിലാവ് ചൊരിയുന്ന ചന്ദ്രൻ തീനാളങ്ങൾ നീട്ടുന്നുവെന്നിരിക്കട്ടെ, അസ്വാഭാവികമായ അവയെല്ലാം സംഭവിച്ചാൽ തന്നെയും എൻ്റെ തീരുമാനം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. 13-ാം വർഷം കൗരവർ നമുക്ക് രാജ്യം മടക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി തീരും. അപ്പോൾ സഹദേവൻ പറഞ്ഞു, എടാ ഗാന്ധാരത്തിന് കളങ്കമായവനെ, നീ ആരെ ചതിച്ചുവെന്ന് വിചാരിക്കുന്നുണ്ടോ? അവർ നിന്റെ മാർഗത്തിലേക്കുള്ള കൂർത്ത അമ്പുകളാണ്. ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും കുളം തോണ്ടും. ഇത്രയും മാത്രം ഒരു പന്തയമായി നീ സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ രണഭൂമിയിൽ നീ ഒരു ക്ഷത്രിയനെ പോലെ നിൽക്കണം. പുറംതിരിഞ്ഞ് ഓടരുത്. ഹരേ കൃഷ്ണ. ഇവിടെ പാണ്ഡവരെ അടിമത്വത്തിൽ നിന്നും വിടുതൽ ചെയ്തത് സമ്പത്തോടു കൂടി മടങ്ങിപ്പോകാൻ ധൃതരാഷ്ട്രർ അനുവദിച്ചത് മനസ്സുകൊണ്ടല്ല, ഒരു നല്ല പിള്ള ചമയാനുള്ള തന്ത്രം മാത്രമായിരുന്നു. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ തവണയുള്ള ചൂത് ധർമ്മയുദ്ധത്തിനുള്ള ഒരു അനിവാര്യമായ
വഴിവെട്ടലായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അധാർമികമായ പരിതസ്ഥിതിയിലൂടെ വന്നു ചേർന്ന ധനനഷ്ടവും ഒരിക്കലും മാറാത്ത നാണക്കേടും പണം തിരിച്ചു കൊടുത്തും വരം കൊടുത്തും പരിഹരിക്കപ്പെട്ടാലും പാഞ്ചാലി വസ്ത്രാക്ഷേപമെന്ന ധർമ്മഭ്രംശം പരിഹരിക്കപ്പെടുകയില്ല എന്ന കാര്യമാണ് രണ്ടാമത്തെ ചൂതുകളി വിധിവിഹിതമായി തീർന്നത്. ഹരേ കൃഷ്ണ. ചില കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം, എന്നാൽ മറ്റു ചിലത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയുകയില്ല. ഇവിടെ അതുതന്നെയാണ് വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ധനവും രാജ്യവും ഒക്കെ നമുക്ക് തിരിച്ചു കൊടുത്ത് പരിഹരിക്കാം. പക്ഷേ മനസ്സിലുണ്ടാക്കിയ മുറിവ് അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയുകയില്ല. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഈ കഥകൾ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. കഥകൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഒരാൾക്ക് 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ 15 നമുക്ക് തിരിച്ചു കൊടുത്ത് ആ കടം വീട്ടാം. പക്ഷേ ഒരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് എന്താണ് പരിഹാരം? ഒരാളോട് നമ്മൾ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ അയാളോട് കാണിച്ച വഞ്ചനയ്ക്ക് എങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യും? പണം തിരിച്ചു കൊടുക്കാം. സമ്പത്ത് തട്ടിപ്പറിച്ചെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാം. പക്ഷേ അവർക്കുണ്ടാക്കിയ മനോവേദന എങ്ങനെ പരിഹരിക്കും? അതൊരിക്കലും പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ കലിയുഗത്തിൽ ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായി അതിൻ്റെ ദോഷം ഏതവസ്ഥയിലാണ് തിരിച്ചടിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കോളൂ. കർമ്മഫലം അത് ഓരോ മനുഷ്യരും അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ പഠിക്കുമ്പോഴും ഇതുപോലുള്ള ഇതിഹാസങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഇന്നലെ വരെ നമ്മൾ ചെയ്ത തെറ്റുകൾ മറന്നുകൊണ്ട് നാളെ മുതലെങ്കിലും അല്ലെങ്കിൽ ഇന്നു മുതലെങ്കിലും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് അതിന് പരിഹാരം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതല്ലെങ്കിൽ ആ ശാപം ആഞ്ഞടിക്കും നമ്മുടെ നേരെ. ഉറപ്പാണ്. അത് തന്നെയാണ് ഓരോ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. ഹരേ കൃഷ്ണ.